സൈക്കോളജിയിലെ ചാപ്റ്റർ 2 ടൈപ്സ് ഓഫ് ലേണിംഗ്. അതായത് ഹ്യൂമൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ത്രൂ മാത്രമല്ല, എല്ലാ ദിവസവും കൗണ്ട്ലെസ് എക്സ്പീരിയൻസിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ലേണിങ്ങിനെ പല ടൈപ്പായിട്ട് തരംതിരിക്കാം. ഈ ടൈപ്സ് ഒക്കെ പലപ്പോഴും ഓവർലാപ്പ് ചെയ്യുന്നത്, അതായത് ഒരു ടൈമിൽ ഒരു ലേണിംഗ് മാത്രം നടക്കണം എന്നില്ല, അത് ഓവർലാപ്പ് ചെയ്ത് വരാം. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായ യുണീക്ക് ആസ്പെക്ട്സ് ഉണ്ട്, അതിൻ്റേതായ രീതികളുണ്ട് പുതിയ നോളജും സ്കിൽസും ഒക്കെ അക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടീഷനിങ് ആണ്. അപ്പോൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഫോം ഓഫ് ലേണിംഗ് ആണ്. അതായത് കണ്ടീഷനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മേജറായിട്ടും ഒരു അസോസിയേഷൻ ഫോം ചെയ്യുക ബിറ്റ്വീൻ വൺ സ്റ്റിമുലസ് ആൻഡ് അനദർ. അങ്ങനെ ഒരു പുതിയ റെസ്പോൺസ് ഇവിടെ എമേർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബേബി സക്സ് എ നിപ്പിൾ വെൻ ഹംഗ്രി. അതായത് വിശപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് വരുമ്പോൾ മറ്റൊരു സ്റ്റിമുലസിലേക്ക് അത് ലീഡ് ചെയ്യുന്നു. എന്താണ്? നിപ്പിൾ സക്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു അസോസിയേഷൻ അവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെ കുട്ടി എന്ത് ചെയ്യുകയാണ്? ലേൺ ചെയ്യുകയാണ്. ഇപ്പോൾ ജനിച്ച ഉടനെ ബ്രസ്റ്റ് സക്കിങ് വിശക്കുമ്പോൾ കുട്ടി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ കരയാണ്. അത് നേരിട്ട് ബ്രസ്റ്റ് സക്കിങ് ചെയ്യില്ല, കാരണം അതിനറിയില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വിശപ്പ് അടങ്ങിയതിന് ശേഷമാണ് കുട്ടിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ബ്രസ്റ്റ് സക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ വിശപ്പ് അടങ്ങും എന്നുള്ളത്. ആ കുട്ടിക്ക് ഇപ്പോൾ ഹംഗ്രി എന്ന് പറയുന്ന ഫീലിംഗ് പോലും എന്താണെന്നുള്ളത്, ഹങ്കർ എന്ന് പറയുന്ന ഫീലിംഗ് പോലും എന്താണെന്നുള്ളത് അറിയണമെന്നില്ല. പക്ഷെ ബ്രസ്റ്റ് സക്കിങ് ചെയ്ത് അതിനൊരു ശമനം വരുമ്പോഴാണ് കുട്ടി റിയലൈസ് ചെയ്യുന്നത്, എന്തോ ഒരു ഫീലിംഗ് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് ബ്രസ്റ്റ് സക്കിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ എൻ്റെ വിശപ്പ് മാറുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റിമുലസ് വരുന്നു, മറ്റൊരു സ്റ്റിമുലസിനെ അത് പ്രോംപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് തമ്മിലൊരു അസോസിയേഷൻ കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി മറ്റൊരു റെസ്പോൺസ് ആണ് വിത്ത്ഡ്രോവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പെയിൻഫുൾ സ്റ്റിമുലി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ബേണിംഗ് കാൻഡിൽ എന്തെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ പെയിൻ വരുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കൈവലിക്കുന്നു എന്നുള്ളതും മറ്റൊരു കണ്ടീഷൻ്റെ റെസ്പോൺസ് ആണ്. അപ്പോൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് റൺ റിഫ്ലെക്സീവ് ഓർ ഹാബിച്വൽ റെസ്പോൺസസ്, അതായത് ആസ് എ പാർട്ട് ഓഫ് ദെയർ ഹാബിറ്റ്, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആയിട്ടുള്ള പെട്ടെന്ന് ഉള്ള സഡൻ റിയാക്ഷൻ. ഇപ്പോൾ നമ്മൾ മേത്ത് തണുത്തോളം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോഡി ഷെയ്ക്ക് ചെയ്യുമായിരിക്കും അല്ലേ, അപ്പോൾ കണ്ണിന് നേരെ കൈ കൊണ്ടുവരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണടക്കും. ഇങ്ങനത്തെ റിഫ്ലെക്സീവ് റിയാക്ഷൻസ് ആണെങ്കിലും നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റെസ്പോൺസസ് ആണെങ്കിലും നമ്മൾ ലേൺ ചെയ്യുന്നത് കണ്ടീഷനിങ്ങിലൂടെയാണ്. പിന്നെ 2 ടൈപ്സ് ഓഫ് കണ്ടീഷനിങ് ഉണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതാണ് നേരത്തെ കണ്ട ലേണിംഗ് ബൈ അസോസിയേഷൻ. അടുത്തത് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ത്രൂ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ്. ഇപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യും, അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ടത് പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തതാണ് മോട്ടോർ ലേണിംഗ്. മോട്ടോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ബോഡിയുടെ കോർഡിനേഷൻ, നമ്മുടെ കൈകാലുകളുടെ ചലനവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ മസിൽസ് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, എങ്ങനെ ഫിസിക്കൽ ആക്ഷൻസ് പെർഫോം ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മോട്ടോർ ലേണിംഗ് ഒരു കുട്ടി ലേൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല രീതിയിലുള്ള പ്രാക്ടീസും റെപ്പറ്റീഷനും വേണം. എങ്കിൽ മാത്രമാണ് സ്മൂത്ത് ആൻഡ് കൺട്രോൾഡ് മൂവ്മെൻറ്റ്സ് കുട്ടികൾ ലേൺ ചെയ്യും. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ നമ്മൾ പന്തൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലേ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ശരിക്കും എന്തിനാണെന്ന് പറഞ്ഞാൽ അവരുടെ കൈ ഇപ്പോൾ കൈ എപ്പോഴും ചുരുങ്ങിയ അവസ്ഥയിലായി. ഇപ്പോൾ ജനിച്ചൊരു കുട്ടിയുടെ കൈ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ചുരുങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് നിവർത്താൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടോർ ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ക്ലേ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ആ ക്ലേ കൊണ്ട് കളിക്കുമ്പോൾ കൈവിരലുകൾ നിവർത്തുകയും വീണ്ടും ചുരുക്കുകയും ചെയ്ത് ആ മോട്ടോർ ആക്ടിവിറ്റി അവർ ലേൺ ചെയ്യുന്നു. അപ്പോൾ മോട്ടോർ ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾസ് ആണ് ലേണിംഗ് ടു വാക്ക്, റൈഡ് എ ബൈസിക്കിൾ, സ്വിം, പ്ലേ ബാഡ്മിൻ്റൺ, ഓപ്പറേറ്റ് എ കമ്പ്യൂട്ടർ. ഇതൊക്കെ കുട്ടികൾ മോട്ടോർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കൈൻഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്കിൽസിൻ്റെ അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ സ്കിൽഡ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് ലേൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തേതാണ് വെർബൽ ലേണിംഗ്. അപ്പോൾ വെർബൽ ലേണിംഗ് ഡീൽ ചെയ്യുന്നത് ലാംഗ്വേജ് സ്കിൽസും വെർബൽ റെസ്പോൺസസ് ആണ്. അതായത് സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, റിമെമ്പറിങ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ഒക്കെ വെർബൽ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഒരു പോയം മെമ്മറൈസ് ചെയ്യുക, പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക, എസ്സേ എഴുതുക, ഇതൊക്കെ വെർബൽ ലേണിംഗ് ആണ്. വെർബൽ ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അക്കാദമിക് അച്ചീവ്മെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വെർബൽ ലേണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ നോക്കുന്നത് ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് കേട്ടോ. അപ്പോൾ മോട്ടോർ ലേണിംഗ്, വെർബൽ ലേണിംഗ് ഒക്കെ കുറച്ചും കൂടെ ഈസി ടു റിമെമ്പർ ആണ്. അടുത്തത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വേർതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ
ടു ഓർ മോർ സ്റ്റിമുലസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏജിൽ 4 കാലുള്ള എല്ലാത്തിനെയും കുട്ടി പട്ടി അല്ലെങ്കിൽ ഡോഗ് അല്ലെങ്കിൽ ബൗബൗ എന്ന് പറഞ്ഞിട്ടായിരിക്കും അഡ്രസ്സ് ചെയ്യുക. ഒരു ഏജിന് ശേഷം മാത്രമാണ് ദേ വിൽ സ്റ്റാർട്ട് ടു ഡിഫറൻഷ്യേറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഡോഗ് ആൻഡ് എ കാറ്റ്. ഒരു പട്ടിയും പൂച്ചയും കണ്ടാൽ അത് ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ കാക്ക എന്ന് പറയുന്നത് പ്രാവിനെ കണ്ടാലും തത്തയെ കണ്ടാലും ഒക്കെ കാക്ക എന്നായിരിക്കും പറയുന്നുണ്ടാവും. അത് ഒരു പർട്ടിക്കുലർ ഏജിന് ശേഷം മാത്രമാണ് കുട്ടികളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ലേണർ മസ്റ്റ് ലേൺ ടു റെസ്പോണ്ട് ഡിഫറൻഷ്യലി ബേസ്ഡ് ഓൺ ഡിഫറൻസസ്. എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്ന് കുട്ടി മനസ്സിലാക്കുകയും അപ്പോൾ അതിനോടൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണാൻ ഏകദേശം ഒരുപോലെയുള്ള സഹോദരിമാരാണെങ്കിൽ ചിലപ്പോൾ അമ്മ എന്ന് പറയുന്നത് കുട്ടിക്ക് വേർതിരിച്ച് മനസ്സിലാവാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു ഏജിന് ശേഷം അമ്മ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അമ്മൂമ്മ അല്ലെങ്കിൽ ആൻറ്റി എന്നുള്ളതെല്ലാം കുട്ടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കും. അപ്പം ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ് ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ സട്ടിലായിട്ടുള്ള ഡിഫറൻസസ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കുട്ടികളുടെ മാസികകൾ അല്ലെങ്കിൽ കളിക്കുടുക്കയിലൊക്കെ 2 പിക്ചർ കണ്ടിട്ട് സ്പോട്ട് ദ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് കാണും. ചിലപ്പോൾ അതിലൊരു പൂവിൻ്റെ ഒരു ചെടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ കയ്യിലൊരു വള ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിമിനേഷൻ ലേണിങ്ങിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. അടുത്തതാണ് കോൺസെപ്റ്റ് ലേണിംഗ്. ഇപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒബ്ജക്ട്സ്, ഐഡിയ, അതിൻ്റെയൊക്കെ മെൻ്റൽ ഗ്രൂപ്പിങ്ങിനാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ലേണിങ്ങിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഫീച്ചേഴ്സ് ഉള്ള സംഭവങ്ങളെ കാറ്റഗറൈസ് ചെയ്യുക ആസ് ഒബ്ജക്ട്സ് ഓർ ഐഡിയാസ്. അതായത് ഇപ്പോൾ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു കുട്ടി പഠിക്കുമ്പോൾ അതിൽ കാറുണ്ട്, ബസ് ഉണ്ട്, ബൈസൈക്കിൾ ഉണ്ട്, മോട്ടോർ ബൈക്ക് ഉണ്ട് എന്നുള്ളതെല്ലാം കുട്ടി മനസ്സിലാക്കുന്നു. ഇപ്പം അനിമൽ എന്ന് പറയുന്ന ഒരു വേർഡ് മനസ്സിലാക്കുമ്പോൾ അതിൽ ഡോഗ്സ് ഉണ്ട്, ക്യാറ്റ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട് എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു എബിലിറ്റി ടു ഫോം കോൺസെപ്റ്റ് കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിലാണ് വരുന്നത്. അത് ഏജ്, ഇൻ്റലിജൻസ് ആൻഡ് പ്രീവിയസ് എക്സ്പീരിയൻസ്, ഇത് 3നെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്തതാണ് പ്രിൻസിപ്പൽ ലേണിംഗ്. പ്രിൻസിപ്പൽ ലേണിങ്ങിൽ എന്താണെന്ന് പറഞ്ഞാൽ 2ഓ അതിലധികമോ കോൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക. അതായത് എങ്ങനെയാണ് പല കോൺസെപ്റ്റുകളും ഇൻ്റർ കണക്റ്റഡ് ആവുന്നത്, എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാവിറ്റി, ഫിസിക്സിലെ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാവിറ്റി, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ് ലേൺ ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് 2 or more കോൺസെപ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഒരു ഹയർ ഓർഡർ കൊഗ്നിറ്റീവ് പ്രോസസ് ആണ്. ഇതിൽ റീസണിങ്, തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ വരും. പല ഡിഫിക്കൽട്ട് സിറ്റുവേഷനും വരുമ്പോൾ നമ്മുടെ ലേൺഡ് നോളേജ് അപ്ലൈ ചെയ്ത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കുട്ടികളോട് നമ്മൾ പറയുകയാണ് പട്ടിയെ കാണുമ്പോൾ ഓടരുത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ആ ഒരു തിയറി അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിരുന്ന ഒരു മാത്സ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ മെഷീൻ എങ്ങനെ ഫിക്സ് ചെയ്യാം, ചെസ്സ് പ്ലേ ചെയ്യുന്നത് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം, ഇതൊക്കെയാണ് ഇവിടെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് പലപ്പോഴും പല ടൈപ്പ് ഓഫ് ലേണിങ്ങും കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കേസിൽ വെബിൽ വരാം, കോൺസെപ്റ്റ് വരാം, മോട്ടോർ ലേണിംഗ് വരാം. നെക്സ്റ്റ് വൺ ഈസ് ആറ്റിറ്റ്യൂഡ് ലേണിംഗ്. ആറ്റിറ്റ്യൂഡ് ലേണിംഗ് എന്ന് പറയുന്നത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രീ ഡിസ്പൊസിഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ, വിച്ച് മീൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ. ഇത് ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ എത്ര ഫേവറബിളി ഓർ അൺഫേവറബിളി ആണ് ഒരു കൂട്ടം ആളുകളോട് അല്ലെങ്കിൽ ചില ഐഡിയാസിനോട്, സിറ്റുവേഷൻസിനോടൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു കുട്ടി ഒരു പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അതൊരു സബ്ജക്റ്റിനോടാവാം അല്ലെങ്കിൽ ഒരു ടീച്ചറിനോടൊക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ലേണിങ്ങിൽ എന്തൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ ടോളറൻസ്, ക്ഷമ, കോപ്പറേഷൻ, ആൻറ്റഗോണിസം, ഇതെല്ലാം എക്സ്പീരിയൻസിലൂടെ ത്രൂ ആണ് ഒരു കുട്ടി ലേൺ ചെയ്യുന്നത്. ഓക്കെ, ആൻറ്റഗോണിസം എന്ന് പറയുന്നത് വില്ലൻ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഒരു ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥയിൽ ഒരു വില്ലനാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആൻറ്റഗോണിസം. ഇനി ആറ്റിറ്റ്യൂഡ് നമ്മുടെ മോട്ടിവേഷനെയും ബിഹേവിയറിനെയും സോഷ്യൽ ഇൻട്രാക്ഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പല ലേണിംഗ് സിറ്റുവേഷൻസിലും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ദാറ്റ് എ ചൈൽഡ് ഓർ എ ലേണർ ഷുഡ് ഫോളോ വൺ ടൈപ്പ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. പല കൈൻഡ് ഓഫ് ലേണിങ്ങും അതിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൽ മോട്ടോർ ആൻഡ് വെർബൽ ലേണിംഗ് രണ്ടും വരാം.
ചെസ്സിൽ എന്തൊക്കെ വരാം? നേരത്തെ നമ്മൾ കണ്ടു, പ്രോബ്ലം സോൾവിങ് വരാം, വെർബൽ ലേണിംഗ് വരാം, കോൺസെപ്റ്റ് ലേണിംഗ് വരാം. അങ്ങനെ പല കൈൻഡ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസിലും പല കൈൻഡ് ഓഫ് അല്ലെങ്കിൽ പല ടൈപ്സ് ഓഫ് ലേണിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യാം. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതാണ് ലേണിംഗ് കർവ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഒരു ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഓഫ് ദ പ്രോഗ്രസ് മെയ്ഡ് ബൈ എ ലേണർ ത്രൂ പ്രാക്ടീസ് ഓവർ ടൈം. ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഒരു ലേണറുടെ പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ലേണിംഗ് കർവ് എന്ന് പറയാം. ഇത് റെക്കോർഡ് ചെയ്യുന്നത് പ്രോഗ്രസീവ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലേണിംഗിൽ അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇംപ്രൂവ്മെൻറ്റ് കാണിക്കുന്നത്. ഇനി ഒരു ലേണറിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഗ്രാഫിലേക്ക് അത് വരയ്ക്കുമ്പോൾ അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ടൈം അല്ലെങ്കിൽ പ്രാക്ടീസ് സെക്ഷൻസ് ആയിരിക്കും. അത് എക്സ് ആക്സിസിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. അത് ദ എമൗണ്ട് ഓർ ലെവൽ ഓഫ് ട്രെയിനിങ് ഓർ പെർഫോമൻസ്, അത് വൈ ആക്സിസിലായിരിക്കും വരും. അപ്പോൾ ആ കേർവിൻ്റെ ഒരു പിക്ചർ ഉണ്ട്, ഒരു ഗ്രാഫിക്കൽ പിക്ചർ ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ടൈപ്സ് ഓഫ് ലേണിംഗ് കർവ്സിൽ പറയുകയാണെങ്കിൽ ലേണിങ്ങിനെ ഒരുപാട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് കർവ്സിന് വേരിയസ് ഷേപ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ലേണിംഗ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പല ടൈപ്സ് ഓഫ് കർവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് സ്ട്രെയിറ്റ് ലൈൻ കർവ്. സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രസ് ഒരു യൂണിഫോം റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു, കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം സ്ട്രെയിറ്റ് ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലെ ഗ്രാഫാണ്. അതായത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞാലും അതിൽ ചെറിയൊരു വേരിയേഷൻസ് വരാം. ഇപ്പോൾ സ്ട്രെയിറ്റ് ആൻഡ് അപ്വേർഡ് സ്ലോപ്പിംഗ് ലൈൻ ആണ്. ഇപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ വളരെ റയറായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തതാണ് കോൺവെക്സ് കർവ്. ഇതിനെ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എന്നും പറയും. അതായത് ഈ കർവിൻ്റെ പ്രത്യേകത ഫാസ്റ്റ് റേറ്റ് ഓഫ് ലേണിംഗ് അറ്റ് ദ ബിഗിനിങ്ങിൽ ഭയങ്കര സ്പീഡിലായിരിക്കും, പക്ഷെ ഗ്രാജുവലി എന്ത് ചെയ്യും? അത് സ്ലോ ഡൗൺ ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി കർവ് എന്ന് പറയുന്നത് കർവ്ഡ് ഡൗൺവേർഡ് ആണ്. അതായത് ഒരു കോൺവെക്സ് ഷേപ്പിനെ ഇത് റിസംബിൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ലേണിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് നമുക്ക് കാണുന്നത് സിമ്പിൾ ടാസ്കിലൊക്കെയാണ് കാണുക. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ലേണിങ്ങിന് ഒരു പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടാകും വിത്ത് സിമിലർ ടാസ്ക്. ഒരു എക്സാമ്പിൾ പറയുന്നത് A child quickly grasps the basics of a familiar game but takes longer to perfect skills. അതായത് ഒരു ഗെയിമിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും, പക്ഷേ അത് പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് കോൺവെക്സ് കർവ് ആണ്. അടുത്തത് കോൺകേവ് കർവ് ആണ്. ഇതിനെ പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് എന്നാണ് പറയുക. അതായത് ഇവിടെ ലേണിംഗ് സ്ലോ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ പിന്നീട് റാപ്പിഡ്ലി പ്രോഗ്രസ് ചെയ്യും ആഫ്റ്റർ സം ടൈം. അപ്പോൾ ഇതിൻ്റെ കർവ് എന്ന് പറയുന്നത് കർവ്ഡ് അപ്വേർഡ് ആണ്. ഒരു കോൺകേവ് ഷേപ്പാണ് ഇവിടെ വരുന്നത്. seen when the task is difficult or when the learner has no prior experience. ഇപ്പോൾ ഒരു കൊടുക്കുന്ന ടാസ്കിന് ഒരു എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് അതിൻ്റെ ബേസിക്സ് ഒക്കെ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും, പക്ഷേ അത് മനസ്സിലാക്കിയതിന് ശേഷം they will be quicker or they can quickly solve it എന്നുള്ളതാണ്. ഇനി ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ മേ ബി ആ ഇനിഷ്യൽ പ്രോഗ്രസ്സിൽ ABCD എല്ലാം കാര്യങ്ങളും പഠിച്ചെടുക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫോർത്ത് വൺ ആണ് മിക്സ്ഡ് കർവ് ഓർ എസ് ഷേപ്ഡ് കർവ്, അല്ലെങ്കിൽ വേറൊരു പേരും കൂടിയുണ്ട് കോൺകേവ് കോൺവെക്സ് കർവ് എന്ന് പറയും. ഇവിടെ ലേണിംഗ് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം ഒരു റാപ്പിഡ് പ്രോഗ്രസ് കാണും, ഫൈനലി വീണ്ടും ഒരു സ്ലോ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കർവിന് ഒരു എസ് ഷേപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ കോൺകേവ് ആൻഡ് കോൺവെക്സ് പോർഷൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു എസ് ഷേപ്പിലാണ് കോൺകേവ് ആൻഡ് കോൺവെക്സ് പോർഷൻ ആണുള്ളത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് സ്ലോ ആയിരിക്കും, പിന്നീട് ഒരു റാപ്പിഡ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, പിന്നെ വീണ്ടും അത് സ്ലോ ആവും. അപ്പോൾ ഇതിന് ശേഷം ഒരു പ്ലാറ്റോ എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് വരാമെന്ന് പറയുന്നുണ്ട്. എക്സാമ്പിൾ ലേണിംഗ് ടു ഡ്രൈവ് എ കാർ വെർ ഇനീഷ്യൽ സ്റ്റേജസ് ആർ സ്ലോ, പിന്നെ റാപ്പിഡ് സ്കെയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ഫോളോഡ് ബൈ എ ഫൈൻ ട്യൂണിങ്. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ കാർ ഡ്രൈവിംഗ് ഇമ്പ്രൂവ് ആവില്ലല്ലോ. ദർ ഈസ് എ മാക്സിമം ലെവൽ അപ് ടു വിച്ച് യു ക്യാൻ ലേൺ ഹൗ ടു ഡ്രൈവ് എ കാർ.
അത് കഴിഞ്ഞ് പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കർവിൻ്റെയും എങ്ങനെയാണ് എന്ത് റേറ്റിലാണ് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് പ്ലേറ്റോ ഇൻ ലേണിംഗ്. എന്താണ് പ്ലേറ്റോ? ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥ, പ്രോഗ്രസ്സും ഇല്ല, താഴേക്കും പോകില്ല, സ്റ്റേബിൾ ആയിട്ട് അനങ്ങാതെ അവിടെ നിൽക്കും. അപ്പോൾ ഈ പ്രോസസ് ലോ ഓഫ് ലേണിങ്ങിൽ പ്രോഗ്രസ് ഇസ് നോട്ട് ലീനിയർ. ഒരു ഫേസിന് ശേഷം ലേണർ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയ അവസ്ഥ, ഫുൾ ബ്ലാങ്ക് ആയ ഒരു അവസ്ഥ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല, കണ്ടിന്യൂഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഏത് സ്റ്റേജിലാണോ ആ സ്റ്റേജിൽ തന്നെ നിൽക്കുന്ന അവസ്ഥ, ആ ഫേസിനെയാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. A plateau is a stage in learning where no noticeable progress seems to occur despite ongoing effort. എത്ര എഫേർട്ട് എടുത്താലും എത്ര പ്രാക്ടീസ് എടുത്താലും പ്രത്യേകിച്ച് ഒരു പ്രോഗ്രസ്സും പ്ലേറ്റോയിൽ നടക്കുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേജ് ഓഫ് ലേണിങ്ങിനാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റീസിൽ മാത്രമല്ല, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലും എന്ത് സംഭവിക്കാം, പ്ലേറ്റോ എന്ന് പറയുന്ന സംഭവം വരാം. ഓക്കെ, ഇനി ഇതിൻ്റെ മലയാളം ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പഠന പീഠഭൂമി എന്നാണ് ഇതിൻ്റെ മലയാളം എന്ന് കാണുന്നു. അതായത് പഠന പ്രക്രിയയുടെ ഒരു സവിശേഷതയാണ് പഠന പീഠഭൂമികൾ. അതായത് പ്രകടനത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകാത്ത ഒരു കാലഘട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിലെ പഠന പീഠഭൂമി അല്ലെങ്കിൽ പീഠഭൂമി എന്ന് പറഞ്ഞാൽ കാര്യമായി യാതൊരുവിധ പുരോഗതിയും ഇല്ല, ശ്രദ്ധേയമായ ഒരു പുരോഗതിയും ഇല്ലാത്തൊരു കാലഘട്ടത്തിനെയാണ് പഠന പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ പഠന പ്രക്രിയയിലെ താൽക്കാലിക സ്തംഭിച്ച അവസ്ഥ നമുക്ക് തോന്നും. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്ലേറ്റോ ഉണ്ടല്ലോ, സ്തംഭിച്ച അവസ്ഥയാണല്ലോ എന്ന് തോന്നും. ആൻഡ് ദാറ്റ്സ് ട്രൂ, പലപ്പോഴും തോന്നാറുള്ള ഒന്ന് തന്നെയാണ്. ഇനി ലേണിംഗ് കർവ് ടിപ്പിക്കലി എന്തൊക്കെ കാണിക്കും ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് സ്ലോ ആയിട്ടുള്ള ഇനീഷ്യൽ പ്രോഗ്രസ്സിനെ കാണിക്കാം, റാപ്പിഡ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിനെ കാണിക്കാം, സ്ലോ ഡൗൺ, അതായത് മിക്കവാറും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കർവ്സിലും എന്തുണ്ട്, ഇനീഷ്യൽ പ്രോസസ്സ് എന്തായാലും സ്ലോ ആയിരിക്കും, പിന്നീട് ഒരു റാപ്പിഡ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ ഒരു സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഫ്ലാറ്റനിങ് ഉണ്ടാവും. ഈ ഫ്ലാറ്റനിങ് ഓഫ് ദ പ്രോഗ്രസ്സിനെയാണ് നമ്മൾ പ്ലേറ്റോ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ പ്ലേറ്റോയ്ക്ക് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിക്കാം കേട്ടോ. പ്ലേറ്റോ ഒരു സ്റ്റേബിളായിട്ട് കുറച്ച് കാലം കഴിയും, അതിന് ശേഷം മേ ബി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ പ്ലേറ്റോയിൽ ലേണിംഗ് കർവ് അപ്പിയേഴ്സ് ഹൊറിസോണ്ടൽ. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ലൈൻ ആയിരിക്കാം ഈ സമയത്ത് നമ്മൾ എക്സ് ആക്സിസിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതിനുശേഷം ഫ്ലാറ്റ് ആണ്, വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ്, വീണ്ടും ഫ്ലാറ്റ്, വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നത്. അല്ലെങ്കിൽ പ്ലേറ്റോനെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ദർ ഇസ് ആൻ ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് ദർ ഇസ് എ സ്റ്റേബിൾ പീരീഡ് ഓഫ് ടൈം. അവിടെ പ്രത്യേകിച്ച് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും നടക്കുന്നില്ല, അതിനുശേഷം ദർ സീംസ് ടു ബി അൻ ഇമ്പ്രൂവ്മെൻറ്റ്. ഇനി എന്തൊക്കെയാണ് പ്ലേറ്റോ കോസ് ചെയ്യുന്നത്? അതായത് പ്ലേറ്റോ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അതിന് ഇൻറ്റേർണൽ ഫാക്ടറും ഉണ്ടാവാം, എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ടാവാം. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ വന്ന പ്രശ്നങ്ങളാവാം, മെൻ്റൽ ഫാറ്റിഗ് ആവാം, ഇൽനെസ് ഓർ ഫിസിക്കൽ ഡിസ്കംഫർട്ട്, അൺഫേവറബിൾ ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഡിസ്ട്രാക്ഷൻസ്, ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ, കോംപ്ലിക്കേറ്റഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്, പിന്നെ ഏതെങ്കിലും ടാസ്കിൻ്റെ ഒരു പാർട്ട് മാത്രം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുക, ഫോൾട്ടി ആയിട്ടുള്ള മെത്തേഡ്സ് ആവാം. അതുപോലെ തന്നെ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ബേസിക്കിൽ നിന്നും അഡ്വാൻസ്ഡ് സ്കില്ലിലേക്ക്. അതുപോലെ തന്നെ ഓൾഡ് ആൻഡ് ന്യൂ ലേണിംഗ് ഹാബിറ്റ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവാം. പിന്നെ ഏതെങ്കിലും ഒരു ന്യൂ ലേണിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാവാം. പിന്നെ ലേണറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ചലഞ്ചും ഇല്ല, പ്രത്യേകിച്ച് ഒരു മോഡറേറ്റ് അച്ചീവ്മെൻറ്റിനുള്ള സ്കോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ലേണറിന് ഇതിൽ തൃപ്തിയില്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കാം. ഇനി പ്ലേറ്റോൻ്റെ എന്താണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കണമെങ്കിൽ ടീച്ചറും ലേണേഴ്സും ദേ നീഡ് നോട്ട് ബി ഡിസ്ഹാർട്ടൻഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് പ്ലേറ്റോ. അതായത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ അവൻ്റെ അക്കാദമിക് ലൈഫിൽ ഒരു പ്ലേറ്റോ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്ഹാർട്ടൻഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഹാൾട്ടാണ്. അതായത് ഇവിടെ ചിലപ്പോൾ ഒരു പീരീഡ് ഓഫ് റീ ഓർഗനൈസേഷനോ കൺസോളിഡേഷൻ ഓഫ് പ്രീവിയസ് ലേണിംഗ് ഒക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിന് ശേഷം അവിടെ മിക്കവാറും തന്നെ ടിപ്പിക്കലി അല്ലെങ്കിൽ യൂഷ്വലി ഒരു ഫർദർ ഇംപ്രൂവ്മെൻറ്റ് വിത്ത് പ്രോപ്പർ ഗൈഡൻസ്, സ്ട്രാറ്റജി ആൻഡ് റിന്യൂഡ് മോട്ടിവേഷൻ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. ഇനി ലേണിങ്ങിൽ നിന്നും എങ്ങനെ പ്ലേറ്റോനെ എലിമിനേറ്റ് ചെയ്യാം? ഇനി പ്ലേറ്റോസ് ബാഡ് ആണെന്ന് ചോദിച്ചാൽ നോട്ട് നെസസറിലി, അങ്ങനെ ബാഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതുപോലെ തന്നെ ലേണിങ്ങിനെ എല്ലാ പ്ലേറ്റോസും ഒരു തടസ്സം സൃഷ്ടിക്കണമെന്നില്ല. ചില പ്ലേറ്റോസ് നാച്ചുറൽ ആണ്, ചിലത് ബെനിഫിഷ്യൽ ആണ്. ഫോർ എക്സാമ്പിൾ എ പ്ലേറ്റോ ദാറ്റ് അറൈസസ് ഫ്രം എ ട്രാൻസിഷൻ ഫ്രം എ ലോവർ ടു ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ് ഓർ ഫ്രം അഡോപ്റ്റിംഗ് എ ന്യൂ മെത്തേഡ് ഓഫ് ലേണിംഗ് പലപ്പോഴും ഇന്നിവിറ്റബിൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഇപ്പം
ഒരു ലോവർ പെർഫോമൻസിൽ നിന്നും ഹയർ ലെവൽ ഓഫ് പെർഫോമൻസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിൽ ചിലപ്പോൾ ഈ പ്ലേറ്റ് ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ വരാം. അത് ചിലപ്പോൾ ഒരു ന്യൂ മെത്തേഡ് ഓഫ് ലേണിംഗ് അഡോപ്റ്റ് ചെയ്തത് കൊണ്ടൊക്കെ കൊണ്ടും ഇങ്ങനെ വരാം. പക്ഷെ അത് ഇന്നവിറ്റബിൾ ആയിട്ടില്ല, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്, അത് യൂസ്ഫുള്ളുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേറ്റോസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള നോളേജിനെ ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കോംപ്ലക്സ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടും അവിടെ പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെയുള്ള പ്ലേറ്റോസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ ഡിസൈറബിൾ പ്ലേറ്റോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അൺഡിസൈറബിൾ പ്ലേറ്റോസ് ഉണ്ട്, അതായത് ക്ഷീണം, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, പുവർ മെത്തേഡ്സ് ഒക്കെ കൊണ്ട് വരുന്ന പ്ലേറ്റോസ്, അതിനെ നമ്മൾ എന്തായാലും അഡ്രസ്സ് ചെയ്യണം. ഇനി എന്താണ് അൺഡിസൈറബിൾ പ്ലേറ്റോസിൻ്റെ കാര്യം? മെൻ്റൽ ഫാറ്റീഗ്, വിച്ച് മീൻസ് ദ ടയർഡ്നെസ് ഓഫ് ദ മൈൻഡ്, lack of interest, absence of motivation, distracting environment, ineffective teaching methods. അപ്പോൾ ലേണേഴ്സിന് എന്ത് സംഭവിക്കും? പ്ലേറ്റോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം, പ്ലേറ്റോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ ലേണേഴ്സിന് ചിലപ്പോൾ മേ ബി നാച്ചുറലി തന്നെ ചിലർ ഈ പ്ലേറ്റോസ് ഓവർകം ചെയ്യും. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഒന്ന് റിന്യൂ ചെയ്യുക, മോട്ടിവേഷൻ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ചേഞ്ച് ഇൻ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഒക്കെ നടത്തിയാൽ ലേണേഴ്സിന് ഇമ്പ്രൂവ്മെൻറ്റ് വരാം. ഹൗവർ സം പ്ലേറ്റോസ് നീഡ് ഡെലിബറേറ്റ് ഇൻ്റർവെൻഷൻ. അപ്പോൾ ചില ഇത് പ്ലേറ്റോസ് അതിൻ്റെ രീതിയിൽ തന്നെ അങ്ങ് പോയിക്കോളും. ചിലതിന് നമ്മൾ ടീച്ചറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്നോ മനഃപൂർവ്വം അതിൽ ഒന്ന് ഇടപെടേണ്ടതായിട്ട് വരും. ഓക്കെ, ഹൗ ടു ഓവർകം ഓർ റെഡ്യൂസ് പ്ലേറ്റോസ്. ഒന്നാമത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ലേണറിൻ്റെ പേസിനും അല്ലെങ്കിൽ സ്പീഡിനും ലെവലിനും അനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, ക്ലിയർ ലേണിംഗ് ഗോൾസ് സെറ്റ് ചെയ്യാം. ലെറ്റ് ചിൽഡ്രൻ നോ വാട്ട് ദേ ആർ വർക്കിംഗ് ടുവേർഡ്സ്. എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഗോൾ സെറ്റ് ചെയ്യാം. ലേണിംഗ് എക്സ്പീരിയൻസിനെ ഓർഗനൈസ് ചെയ്യാം. അതായത് ഇൻക്രീസിങ് ഡിഫിക്കൽറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ ലേണിംഗ് മെറ്റീരിയലിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് എപ്പോഴും നിലനിർത്താനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും റഷ് ചെയ്യരുത്, പുതിയൊരു മെറ്റീരിയൽ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അതായത് മൾട്ടിപ്പിൾ സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻഗേജ്മെൻറ്റിന് അതിൽ ശ്രദ്ധ കൂടുതൽ വരാനായിട്ടും നമുക്ക് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യാം. പിന്നെ ഇൻസെൻറ്റീവ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു, മോട്ടിവേഷൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇൻസെൻറ്റീവ്സ് നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ ഡിസ്ട്രാക്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഫിസിക്കൽ മെൻ്റൽ ഫറ്റീഗ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ബ്രേക്ക് കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിൽ ഇൻ്റർവെൽസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഫിസിക്കൽ മെൻ്റൽ ഫറ്റീഗിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി ഹെൽപ്പ് ഇൻ ചൂസിങ് ദ റൈറ്റ് മെത്തേഡ്, അതായത് ഏത് സ്ട്രാറ്റജി വേണം, ഏത് മെത്തേഡാണ് അപ്രോപ്രിയേറ്റ് എന്ന് നോക്കി അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് സെലക്ട് ചെയ്യുക. പിന്നെ റെക്കമെൻഡ് ഷോർട്ട് പോസസ്. ഇടയ്ക്കിടയ്ക്ക് ലേണേഴ്സിനോട് ഇപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്കിൽ എൻഗേജ്ഡ് ആവാതെ പോസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട്സ് കിട്ടും. ഇനി ടീച്ചറുടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി ഇഫ് ഹി ഓർ ഷീ ഈസ് ഗോയിങ് ത്രൂ പ്ലേറ്റോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ അത് കോസ് ചെയ്ത ആ റീസണെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം, എല്ലാ പ്ലേറ്റേഴ്സും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ സ്കിൽഡ് ടീച്ചേഴ്സ് പോലും പലപ്പോഴും അത് എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പ്ലേറ്റോസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരാളുടെ ലൈഫ് ടൈമിൽ തന്നെ ലേണിംഗ് പീരീഡിൽ തന്നെ മിനിമം 1 to 3 to 5 പ്ലേറ്റോസ് വരാം. അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അവരുടെ ഡ്യൂറേഷനും ഷോർട്ടൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പ്ലേറ്റോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ലേണിംഗ് ജേണി. അതൊരിക്കലും ഒരു ഫെയിലിയറിൻ്റെ സൈൻ അല്ല. പക്ഷേ അത് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഗ്രോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ലേണറിൻ്റെയും. അതിനെ പ്രേരിപ്പിക്കുക, അതിനു വേണ്ടി കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലേറ്റോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മുടെ യൂണിറ്റ് 1 സൈക്കോളജി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.